ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നജിനോഷി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഒമാനിൽ ജബൽ അക്തർ എന്ന് പറഞ്ഞിട്ട് എന്താ പറയണ്ടേ, ഫുൾ ടൂറിസ്റ്റിൻ്റെ വലിയൊരു സ്ഥലമുണ്ട്. അതാണ് ജബൽ അക്തർ. ഈടാന്ന് വെച്ചാൽ മെയിൻ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തേച്ചും പറയാനുള്ളത് ഈടുത്തെ പച്ചപ്പാണ്. അതായത് ഒമാനിൽ സലാല കഴിഞ്ഞാൽ രണ്ടാമത് നല്ല പച്ചപ്പും ഭയങ്കര ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലമാണ് ജബൽ അക്തർ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജബൽ അക്തറിലാണ്. അപ്പോൾ ജബൽ അക്തറിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നേരെ ജബൽ അക്തറിൻ്റെ മലേൻ്റെ മുകളിൽ 4 വീലർ വണ്ടി നിർബന്ധമാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയ വക്കൻ വില്ലേജ് പോലെ തന്നെ 4 വീലർ വണ്ടി നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഈ ചുരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വയനാട് ചുരം പോലെയാണെന്ന് തോന്നുവേ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ലെവൽ ചുരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വയനാട് ചുരമല്ല, ഇത് ഏകദേശം ഒരു കുത്തനെയുള്ള പോലത്തെ ഒരു കയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ 800 മുതൽ ഓട്ടോറിക്ഷ വരെ നമ്മുടെ നാട്ടിലെ വയനാട് ചുരത്തിൻ്റെ മുകളിലോട്ട് പോകും. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയില്ല. താഴെ ചെക്കിംഗ് ഉണ്ട്, പോലീസ് ഉണ്ട്, അവിടെ നിന്ന് ROP ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ വണ്ടി ഓൾ വീൽ ഡ്രൈവ്, അതായത് പിന്നെ 4 വീലറാണോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജബൽ അക്തർ. അപ്പോൾ ജബൽ അക്തർ ഒരു പച്ച മല എന്നാണ് ജബൽ അക്തറിൻ്റെ മീനിങ്. അതുപോലെ തന്നെയാണ് ഈ മലയുടെ ഇടുക്കിൽ കുറച്ച് പച്ച കളർ പോലെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഫസ്റ്റ് ടോപ്പിലെത്തി. ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട്. പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നിട്ട് നോക്കിയാൽ നമുക്ക് താഴെയുള്ള ഇസുക്കി ടൗൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ടൗണുകൾ, റോഡുകൾ, അതുപോലെ തന്നെ കുറേ വാദികൾ, അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ റോഡിൽ നിന്ന് ഞാൻ കുറച്ചൊരു 50 മീറ്റർ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇവിടെ കുറേ, ഞാൻ പറഞ്ഞില്ല, കുറേ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൊത്തിയിട്ട പോലത്തെ കുറേ കല്ലുകളുണ്ട് നിലത്ത്. കണ്ടോ, ഇതാണ് നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പച്ച പോലെ കാണുന്നത് ഈ കുറ്റിച്ചെടിയാണ്. നമ്മൾ ആദ്യം ഇപ്പം മസ്കറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര ചൂടേനും, ഇവിടെ വന്ന് നോക്കുമ്പം ക്ലൈമറ്റ് നല്ലോണം മാറി, ചെറിയ ഒരു മഴ പെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്, നല്ല തണുപ്പ് വരാൻ തുടങ്ങി. പിന്നെ ഈ കല്ലുകളെ സ്റ്റൈലൊന്നും പറയാനേ പറ്റൂല, ഭയങ്കര സ്റ്റൈലാണ്. ഞാൻ ഇതിനു മുമ്പ് വക്കൻ വില്ലേജ് പോയാലും അവിടെ ഒരു റിസോർട്ട് ഉണ്ടായിട്ടില്ല, അവിടെ നിന്ന് വെച്ച കല്ല് തന്നെയാണ് ഈടെയും കാണുന്നത്. ശരിക്കും ഒരു മല ഇത്രയും സ്റ്റൈൽ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ അത് ജബൽ അക്തർ വന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുറ്റിച്ചെടി, കുറച്ച് പച്ചപ്പുള്ള കുറ്റിച്ചെടിയുണ്ട്. ഇതിപ്പോൾ സീസണാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഈ ഒരു ജൂണിലാകുമ്പം അനാറിൻ്റെ എല്ലാം സീസണാണ്. വക്കൻ വില്ലേജ് പോലെ തന്നെ ജബൽ അക്തറിലും കുറേ വില്ലേജും ഉണ്ട്, അതുപോലെ തന്നെ കുറേ കൃഷിയെല്ലാം പറയാൻ നിൽക്കുന്നുണ്ട്. പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മൾ താഴെ കാണുന്നതാണ് ഇസുക്കി ടൗൺ ആണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് ഇസുക്കി കഴിഞ്ഞിട്ടാണ് ജബൽ അക്തറിലേക്ക് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ആ ടൗണ് ഇസുക്കി ടൗൺ ആണ്. ഇത് ശരിക്കും ക്ലിയർ ആണോ എന്നറിയില്ല, കാരണം കുറച്ചൊരു ഈ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ചെറിയൊരു മങ്ങൽ പോലെ. താഴെ കാണുന്ന ആ വെള്ളം കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ആ തായ്വാരം പോലെ കാണുന്നത് ഇസുക്കി ടൗൺ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ റോഡ് സൈഡിൽ നിന്ന് തന്നെ കുറച്ചൊരു ഹൈ പോയിൻ്റ് ഉണ്ട്. അതിലത്തെ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് വണ്ടി വെച്ചിട്ട്, അതാണ് നമ്മൾ മെയിൻ റോഡ് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വേണ്ടു. വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ കല്ലിൻ്റെ മുകളിലോട്ട് കയറിപ്പോയാൽ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഇതാണ് അല്ലൈൻ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ലൈൻ വില്ലേജ് ഫുള്ളായിട്ട് കാണാം. വാവ്, ആഹാ, എന്തൊരു സ്റ്റൈലാണ് ഇത് കാണാൻ. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. സൂപ്പർ. ശരിക്കും ജബൽ അക്തർ തന്നെ. അക്തർ എന്ന് വെച്ചാൽ അറബിയിൽ പച്ച എന്നാണ് അർത്ഥം. അതാ ഫുള്ള് കൃഷിയാണ്ട. ശരിക്കും നമുക്ക് ഊട്ടി തോന്നും, നമ്മൾ ഊട്ടി പോലെ തോന്നുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ അല്ലൈന്. പഴയകാല വില്ലേജാണ് അല്ലൈന്. ഭയങ്കര സ്റ്റൈലിഷാണ് സ്ഥലം. അതുപോലെ കുറച്ച് അങ്ങോട്ടും വേറൊരു ചെറിയൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. അവിടെയും കുറച്ച് കൃഷികളും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ കണ്ട തട്ടായിട്ട് ഇങ്ങനെ നമ്മൾ ഊട്ടിയിൽ പോയ പോലെ തോന്നില്ല. ഇപ്പം ഓരോരോ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോരോ ചെറിയ കൃഷികളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു ഫാം കാണുന്നുണ്ട് കേട്ടോ. അവിടത്തേക്ക് പോകാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാഴ്ചകൾ ഇതന്നെയാണ്. പിന്നെ ജബൽ അക്തർ എന്ന് പറയുന്ന ഒരു മലകൾ മൊത്തമുള്ളൊരു മലനെയാണ് ജബൽ അക്തർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ കുറേ എന്താ പറയണ്ടേ, റിസോർട്ട്, അതുപോലെ തന്നെ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകൊണ്ട് അവിടെ അറിയപ്പെടും, അത്രയാണ്. പിന്നെ ആ കാണുന്നതും വേറൊരു വലിയൊരു റിസോർട്ടാണ്. അപ്പോൾ അവിടെ നിന്നല്ല ഈ പറയുന്ന പോലെ തന്നെ ഈ മല കാണാനൊരു വ്യൂ പോയിൻ്റ് പോലത്തെ സംഭവങ്ങൾ.
ഇതാണ് ശരിക്കും പറഞ്ഞാൽ വില്ലേജ് തന്നെയാണ് ജബൽ അക്തറിൽ കാണാനുള്ളത്. നല്ല പച്ചപ്പ് നിറഞ്ഞ വില്ലേജുകൾ. ഇനി നമുക്ക് താഴിലേക്ക് പോയിട്ട് താഴിൽ എന്താ കാണാനുള്ളത് നോക്കാം. അല്ലേൻ വില്ലേജിൽ പോകുന്നതാണ്. മുകളിൽ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ പഴയ ഒരു നമ്മളെ നാട്ടിലും പുറത്തെല്ലാം കാണുന്ന പോലത്തെ ശരിക്കും ഒരു ഊട്ടി പോലെ തോന്നിക്കുന്ന സ്ഥലമാണ് ഈ അല്ലേൻ വില്ലേജ്. ഭയങ്കര രസമുള്ള കല്ലുകൾ. ഞാൻ അതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കല്ല് നല്ല മുഞ്ചിൽ അടുക്കി വെച്ചിട്ടുള്ള ഒരു വില്ലേജാണ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ നമുക്ക് താഴേക്ക് നല്ലോണം കാണാനും പറ്റും. കണ്ടോ, താഴ്വാരം വരെ അങ്ങോട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് തന്നെ താഴേക്ക് പോകാം. ആദ്യം നമുക്ക് ഫാം കാണണ്ടേ. ഫാം വരുന്നത് ഇങ്ങോട്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ഇത് കണ്ട ശരിക്കും നമ്മളെ നാട്ടിലെല്ലാം ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ചില ഗോഡൗൺ പോലെയും തോന്നിക്കുന്ന പോലത്തെ വീടുകളാണ്. ഇതിൻ്റെ ഡോറ് അതുപോലെ തന്നെ ഇതിൻ്റെ ചുമരെല്ലാം ഭയങ്കര സ്റ്റൈലാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ പണ്ടുള്ള വീടുകളാണിത്. പണ്ടുള്ള വീടുകൾ, അതായത് കല്ല് കൊണ്ട്, അതായത് നമ്മൾ മറ്റേ ചുണ്ണാമ്പ് അങ്ങനെയൊന്നും പൂശിയിട്ടില്ല. വെറും കല്ല് അതുപോലെ തന്നെ മണ്ണെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തേച്ചെടുത്ത വീടുകൾ. അതുപോലെ വിൻഡോസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പഴയ കാലത്തുള്ള വിൻഡോസ് തന്നെയാണുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. പിന്നെ ഇത് കണ്ട മരങ്ങൾ കൊണ്ട് ഇതിൻ്റെ മുകളിൽ റൂഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു മരം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെല്ലിട്ടിട്ട് അതിന് പണ്ട് നമ്മുടെ നാട്ടിൽ വീടെടുക്കുന്ന പോലെ തന്നെ മണ്ണും അതുപോലെ തന്നെ കല്ലും എല്ലാം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതാണ് ജബൽ അക്തറിലെ അല്ലേൻ വില്ലേജ്. ഏകദേശം 100 കൊല്ലം മുന്നോട്ടുള്ള 100 കൊല്ലത്തിന് മുമ്പേ ഉള്ള ഒരു സ്ഥലമാണിത്. അതായത് അന്നേരമെല്ലാം ആൾക്കാർ താമസിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കോളനി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇത് ഒരു ഹെറിറ്റേജ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് വരുന്നവർക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് അടുത്ത് ഭാഗത്തൊരു ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിലോട്ട് പോയി നോക്കാം. ഇതെല്ലാം ഓരോരോ വീടുകളാണ്. ഇത് കണ്ട ഗോഡൗൺ പോലെ തോന്നുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇപ്പോൾ ലോക്കാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ശരിക്കും ഡോറെല്ലാം ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഒരാൾ താമസിച്ച മുറികളുള്ളത്. ഇപ്പം ജനൽ നോക്കുകയാണെങ്കിൽ അതാ ഒരു 2-3 കമ്പികൾ വെച്ചിട്ടുള്ള ജനലാണ്. അതുപോലെ തന്നെ കല്ലും ഭയങ്കര സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നടന്ന് പോകുമ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു നമ്മളെ നാട്ടിൽ പോലും നമുക്ക് ചിലപ്പം കാണാൻ പറ്റുന്ന ചില കാഴ്ചകൾ, പക്ഷേ ഇവരെ ഒന്നും നശിപ്പിക്കാണ്ട് അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഭയങ്കരമായൊരു സംഭവം. ഇതാണ് ഇതിൻ്റെ മുകളിലെ റൂഫ് നോക്കുകയാണെങ്കിൽ മരങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മരുഭൂമിയിൽ കാണുന്ന മരങ്ങളുണ്ട്. ആ മരങ്ങൾ മുറിച്ചിട്ട് അത് അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ കല്ലും മണ്ണും വെച്ചിട്ട് തേച്ചെടുത്തിട്ടാണ് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചത്. അപ്പോൾ സൈഡിൽ മുഴുവനും കല്ലാണ്. ഈ കല്ല് നല്ലോണം എന്താ പറയുക ചെത്തി എടുത്തിട്ട് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഹോളിൽ, അതായത് ഈ വരാന്ത എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ റൂഫൊന്നുമില്ല, എല്ലാം ഓപ്പണാണ്. 5 family and this is 80 years old. 80 years old building. Okay. And this one is 200 year.
This 200 or 300. 300. Oh, this is Jebel stone. Jebel stone. Yes. Iva. Jebel stone. Okay. This one. And this all type, this tree? This, No, you know? the 50, 80 years. 80 years. അപ്പോൾ ഇവിടെ 80 വർഷം മുമ്പുള്ള സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത്. 80 കൊല്ലം മുമ്പുള്ള ആൾക്കാർ താമസിച്ച വീടുകൾ. അതൊരു കോളനി പോലെ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചില ഭാഗങ്ങൾ 300 കൊല്ലത്തോളം പഴക്കം. ഇപ്പോൾ നമ്മൾ കണ്ട ഒമാനി പറഞ്ഞത് 300 കൊല്ലത്തോളം പഴക്കമുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. ചില ഭാഗങ്ങൾ 300 കൊല്ലമായിട്ടുള്ളത്, ചില ഭാഗങ്ങൾ ഒരു 80 കൊല്ലം ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പം കാണിച്ചത്. ഇപ്പോൾ അടുത്ത ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മരങ്ങൾ കൊണ്ട്, ഇതിൻ്റെ മുകളിൽ റൂഫെല്ലാം മരങ്ങൾ കൊണ്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഈ ഗടങ്ങ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ ഗടങ്ങ്, മതിൽ, ചുമര് എന്നെല്ലാം പറയുമല്ലോ. ഇത് ഇവിടുത്തെ മലയിലുള്ള കല്ല് തന്നെയാണ്. കല്ലിൽ മണ്ണ് കൂടി തേച്ചിട്ട്, നമ്മൾ പഴയ വീടുകളിലൊക്കെ നമ്മൾ മണ്ണ് കട്ട കൊണ്ട് വീടുണ്ടാക്കൂലേ, അതുതന്നെയാണ് ഈ സംഭവം. ഭയങ്കര സ്റ്റൈലായിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. 80 വർഷമായിട്ടും 300 വർഷമായിട്ടും ഇതിങ്ങനെ തന്നെ ഉണ്ട്. ഇതിനൊരു ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്കിതിനപ്പുറത്തേക്ക് കൃഷികളുണ്ട്, അത് കാണാൻ പോവാം. അപ്പോൾ ഇനി ഇവിടെ കുറേ കൃഷികൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അനാറ്, അതുപോലെ തന്നെ കുറേ പുല്ലുകൾ, ഇവിടെ ഇഷ്ടംപോലെ ആട്, അതുപോലെ തന്നെ പശു, അതെല്ലാം ഉണ്ട്. ഇത് ഇങ്ങനത്തെ കുറേ റൂമുകളുണ്ട്. അപ്പോൾ 4 ഫാമിലി ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 4 ഫാമിലി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരില്ല, അവരുടെ നിന്ന് പോയി. അതിന് ശേഷം ഇതിങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് കൃഷിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതുപോലെ വിത്തുകൾ, അതുപോലെ തന്നെ ഇതിലുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 5-8 ഒരു 2-3 കിലോമീറ്ററിനുള്ളിലുണ്ടാവും ഈ ഒരു സംഭവം. നമ്മളെ ഈ ഗോഡൗൺ പോലും തോന്നിക്കും. ഇപ്പം അവർ അങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കൃഷികളുണ്ട്. ഈ അല്ലൈൻ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ കുറേ കൃഷികളാണ് ഇവിടെ കാണുന്നത്. നമ്മളെ ചോളം, അതുപോലെ തന്നെ അറിയാത്ത കുറേ സാധനമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പേര് ചോദിച്ചപ്പോൾ അവരെന്തോ പറഞ്ഞിട്ടുണ്ട്. അത് അറബിയിലാണ് പറഞ്ഞത്, അവിടെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന കൃഷികളാണ്. ശരിക്കും ഒരു മലയിലാണ് ഈ കൃഷികളെല്ലാം ഇവർ ചെയ്യുന്നത്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ ഒരു സാധനമെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ സംഭവം തന്നെ. ഇത് ഇഷ്ടം പോലെ ഉണ്ട്, ഇത് അങ്ങത്തോളം ഉണ്ട്. മൊത്തം ഫുള്ള് കൃഷികളാണ്. ശരിക്കും നമ്മൾ ഊട്ടിയിൽ, തമിഴ്നാട്ടിലെല്ലാം പോയൊരു ഫീലാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇവരിവിടെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് കൃഷി ചെയ്യുന്നുണ്ട്. തക്കാളി ഉണ്ട്, പിന്നെ നമ്മൾ ലെറ്റൂസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ ഒമാനി നമ്മൾ ഈ ഫുഡിൻ്റെ കൂടെ തിന്നുന്ന മറ്റേ ഈ സലാഡിൻ്റെ ഒപ്പരമുള്ള അതുണ്ട്. പിന്നെ അതുപോലെ ക്യാബേജ് ഉണ്ട്, പിന്നെ ചീര ഉണ്ട്, പച്ചച്ചീര, പിന്നെ അതുപോലെ കുറേ പലതരം പുല്ലുകളുണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കൃഷി ചെയ്തിട്ട്. പിന്നെ ഇവിടെ കുറേ ആൾ താമസിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. ചോളം, അതുപോലെ തന്നെ മുത്താറി, അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഏകദേശം 1-2 ഏക്കറുകളുണ്ട്. പിന്നെ നമ്മൾ അനാറ്. പിന്നെ ഇവർക്ക് ഈ കൃഷിക്ക് ഇവർ വെള്ളത്തിന് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. തോട് പോലെ ആക്കിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചത് ചെറിയ തടാകയില്ലേ, അതിലൂടെയാണ് ഇങ്ങോട്ടേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം വരുന്നത്. പിന്നെ ഇവിടെ ഒരു അനാറിൻ്റെ മരമുണ്ട്. അനാറ് കായ്ച്ചിട്ടുണ്ട്. അനാറിതാ ജബൽ അക്തറിൽ ഈ ജൂൺ ജൂലൈ സീസണിൽ അനാറ് നല്ലോണം ഉണ്ടാവും. ഇതിപ്പോൾ ഉണ്ടായ അനാറാണ്. ഇത് പറിക്കാനായിട്ടില്ല, നല്ലോണം ചുവപ്പ് കളറാണ്. ഇവിടുത്തെ അനാറ് ഭയങ്കര സ്റ്റൈലാണ് കാണാൻ. ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ നമ്മളുള്ളത് ജബൽ അക്തറിലെ അല്ലൈൻ വില്ലേജിലാണ്. അല്ലൈൻ വില്ലേജിൽ വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒരുപാട് കാഴ്ചകൾ കാണിച്ചത്, ഒരുപാട് കൃഷികളുണ്ട്. പിന്നെ അനാറ് ഇപ്പോൾ നല്ലോണം പൂത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ സാധനം, അതെന്തെന്നാണെന്ന് അറിയില്ല, അതിൻ്റെ പേര് ചോദിക്കണം. കുറേ കൃഷികൾ, നമുക്ക് അറിയാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോളം, പിന്നെ കുറേ പുല്ലുകൾ, അതുപോലെ തന്നെ കുറേ സാധനം. ഞാൻ ഇതിങ്ങ് കാണിച്ചു തരാം. അനാറ് വേണ്ട, ജബൽ അക്തർ അനാറ് ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിന് കുറച്ച് വില കൂടുതലുമാണ് ഒരു അനാറിന്. ഇത് ഏകദേശം പറിക്കേണ്ട ഇതായിട്ട് എത്തിയിട്ടുണ്ട്, നല്ലോണം കായ്ച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്സ്, മുന്തിരിൻ്റെ വള്ളിയുണ്ടോ, ഇതെല്ലാം ഇവിടെ മുന്തിരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ റോസാപ്പൂവില്ലേ, പലതരത്തിൽ പല കളറിൽ വിരിയുന്ന റോസാപ്പൂവിൻ്റെ
കൃഷിയാണിത് ഈ കാണുന്നത്. ഇപ്പോൾ റോസാപ്പൂ ഏകദേശം പൂക്കാനായിട്ടില്ല, ചെറിയ മൊട്ടെല്ലാം വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 10-20 സെൻറ്റോളം റോസാപ്പൂവിന് വേണ്ടിയിട്ട് തന്നെ ഒരു കൃഷിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. റോസാപ്പൂ വിരിഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് പല കളറിൽ, റെഡ്, അതുപോലെ തന്നെ യെല്ലോ, നമുക്ക് കാണാത്ത കളറിലുള്ള റോസാപ്പൂ വിരിയുന്ന റോസാ ചെടികളാണിത്. ഇതായിട്ടില്ല, ഇതിൻ്റെ സീസൺ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാലേ വരുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അനാർ ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുന്തിരിങ്ങ ഉണ്ട്, പിന്നെ കുറേ പച്ചക്കറി കൃഷികളുണ്ട്, ലെറ്റൂസ്, തക്കാളി, പച്ചമുളക്, എന്തെല്ലാം നമുക്കിപ്പോൾ ഒമാൻ്റെ ആയിട്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കാണുന്നതും ഇതുപോലെ തന്നെ അനാറിൻ്റെ മരങ്ങളാണ് അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു മലൻ്റെ ഈ ഒരു താഴ്വാരത്ത് കുറേ ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ പച്ചക്കറികൾ, വെജിറ്റബിൾസ് ഇഷ്ടം മാതിരി ഉണ്ട്. അപ്പോൾ അതെല്ലാം വിരിയുന്ന സമയം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നോരോന്ന് അവർ ഉണ്ടാകുന്ന സമയത്ത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ ഇതിലേക്ക് വെള്ളം വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ല, അവിടെ ചെറിയ അണക്കെട്ട് പോലെ, അവിടെ നിന്ന് പൈപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ചാലുകൾ ഉണ്ടാക്കിയിട്ട് ഇതിലൂടെയാണ് ഇവർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് കോണാണ്, നമ്മൾ കോൺ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പൂക്കാനായിട്ടില്ല. അതുപോലെ തന്നെ ഇത് ഫുള്ളും നമ്മളെ റോസാപ്പൂവാണ്, പലതരത്തിലുള്ള റോസാപ്പൂ. ഓൾറെഡി റോസാപ്പൂ പറിച്ച് കഴിഞ്ഞു, നോമ്പ് സമയത്ത്, കഴിഞ്ഞ മെയ് സമയത്ത് ഫുള്ളും പറിച്ച് കഴിഞ്ഞു. രണ്ടാമത് ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ അനാറുണ്ട്, പിന്നെ പച്ചമുന്തിരിയുണ്ട്, പിന്നെ വേറൊരു സാധനം, ഇത് നമ്മളെ ഫിഗാണ്, നമ്മൾ അത്തിപ്പഴയില്ലേ, അത്തിപ്പഴമാണ് ഈ കാണുന്ന ഈ മരം, അത്തിപ്പഴമാണ്. ഇത് ഉണക്കിയിട്ടാണ് അത്തിപ്പഴാക്കി മാറ്റുന്നത്. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ മരമുണ്ട്. ഇതന്നെയാണ് വക്കൻ വില്ലേജിൽ നമ്മൾ കണ്ടത്, ഇഷ്ടം പോലെ അത്തിപ്പഴം, അതുപോലെ തന്നെ അനാർ. മെയിനായിട്ട് ഈ ജബൽ അക്തറിൽ ഉണ്ടാകുന്നത് അനാറാണ്. ഇവിടുത്തെ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടുണ്ടാകുന്ന സാധനം അനാറാണ്. പിന്നെ കുറേ ഇവർ വീണ്ടും കുറേ കൃഷികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ നമ്മൾ കോണ്, പിന്നെ പുല്ലുകൾ, ഇവിടേക്ക് കുറേ ആടുകളുണ്ട്, അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി തീറ്റ പുല്ലാണിത്. അപ്പോൾ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്. പിന്നെ അങ്ങോട്ട് ഫുള്ള് അനാറാണ്, അത് പിന്നെ കാണിക്കണമെന്നില്ല, ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അനാറിൻ്റെ മരമാണ് ഏറ്റവും കൂടുതലുള്ളത്.